Good morning students. How are you? Welcome to our mathematics online classroom. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് വീഡിയോയും ഓഡിയോയും രണ്ടും രണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിവേഴ്സ് കമ്പ്യൂട്ടിങ്, അതായത് സ്ക്വയർ റൂട്ടിൻ്റെ വേറൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ ലാസ്റ്റ് ടോപ്പിക്കിൽ റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ അല്ലേ, സ്ക്വയർ ആൻഡ് സ്ക്വയർ ഫാക്ടേഴ്സ് എടുത്തു. ഇനി റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. അത് നോക്കാം. വി ഹാവ് ടു ഡ്രോ എ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഏരിയ മസ്റ്റ് ബി 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വരയ്ക്കണം അല്ലേ. ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. അതിൻ്റെ കണ്ടീഷൻ എന്താ? വാട്ട് ഇസ് കണ്ടീഷൻ? ദ ഏരിയ മസ്റ്റ് ബി 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. എന്ത് ചെയ്യണം? ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണോ 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആവണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ? How can we find out the length of one side of the square if its area of the square is equal to 9 square centimeters? ഒരു സ്ക്വയറിൻ്റെ ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് കണ്ടെത്താൻ പറ്റും? We already know that the area of a square is equal to L square or length into breadth അല്ലേ. ലെങ്ത് ടു ബ്രെഡ്ത്ത് ഇവിടെ വാട്ട് ഇസ് സ്പെഷ്യാലിറ്റി ഓഫ് സ്ക്വയർ? ഈച്ച് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ദ മെഷർമെൻറ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ എന്തായിരിക്കും? ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ 4 സൈഡും എന്തെന്നെ ആയിരിക്കും? 4 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 × 4 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 4 × 4 ഈസ് ഈക്വൽ ടു 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ത് വരിക? 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ത് വരിക? ആ സ്ക്വയറിൻ്റെ ഏരിയ വരിക 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഈ 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സും ഈ 4 × 4 തമ്മിൽ ചെറിയൊരു കണക്ഷൻ വരുന്നില്ലേ? അതായത് 4ൻ്റെ സ്ക്വയർ അല്ലേ 16 എന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 16 അല്ലേ 4 എന്ന് പറയുന്നത്. 4ൻ്റെ സ്ക്വയർ 16 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു 4. അതായത് രണ്ട് സൈഡുകൾ ഇൻറ്റു 2 സൈഡ്, ഒരു സൈഡും മറ്റേ സൈഡ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? ഒരു ഏരിയ കിട്ടും. ആ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സൈഡ് ലെങ്ത് കിട്ടും. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 9 കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആ സൈഡിൻ്റെ ആ ലെങ്ത്, നമുക്ക് തന്നിട്ടുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡിന് നീളം കിട്ടും അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു എത്രയാ? സ്ക്വയർ റൂട്ട് ഓഫ് 9 എത്ര സ്ക്വയറാ? 3ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ പിന്നെ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. 3 × 3 അല്ലേ 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ നമുക്ക് കിട്ടി. എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്ര ഉണ്ടാവും? 3 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. 3 ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 9. Then therefore the side of the square of area 9 square centimeters is equal to 3 centimeters. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ക്വയറിൻ്റെ തന്നെ ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടുമെന്ന് പഠിച്ചു. മനസ്സിലായോ? ഇനി ആ ചാപ്റ്ററിൽ തന്നെ വേറെ സംഭവം കൂടി പറയുന്നുണ്ട്. അതിൽ അടുത്ത് നോക്കാം. ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 169 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. ഒരു അടുത്ത് പറയുന്നതാണ്. അടുത്ത വേറൊരു സ്ക്വയർ ഉണ്ട് കേട്ടോ. ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 169 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് അല്ലേ. 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്നാണ് പറയുന്നത്. എത്രയായിരിക്കും?
വി ഓൾറെഡി നോ ദാറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈസ് ഈക്വൽ ടു ഇതായിരിക്കും എന്ത് വരിക ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കണ്ടെത്തണം ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട അവിടെ എത്രയാണ് ആൻസർ വരിക അതായിരിക്കും ഈ സ്ക്വയറിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് ഓഫ് 169 കാണാം അപ്പോൾ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ത് 169 കണ്ടെത്തിയാൽ മതി അല്ലേ അപ്പോൾ എന്താ കണ്ടെത്തണം സ്ക്വയർ റൂട്ട് ഓഫ് 169 ആദ്യം കണ്ടെത്തണം അപ്പോൾ അതിൽ 69 പോകുന്ന പ്രൈം നമ്പേഴ്സ് നോക്കുക 2 പോകില്ല എന്തായാലും ഒരു ഓഡ് നമ്പർ 2 പോകില്ല 3 പോകുക നോക്കുക 16 5 × 3 15 ബാക്കി ബാലൻസ് 90 പിന്നെ 90 3 വിസിബിൾ അല്ല അപ്പോൾ അത് പോവില്ല 5 പോവില്ല 7 പോവോ നോക്കാം 2 × 7 14 ബാക്കി 20 7 പോവില്ല പിന്നെ 8 പ്രൈം നമ്പർ അല്ല 9 പ്രൈം നമ്പർ അല്ല 10 പ്രൈം നമ്പർ അല്ല 11 പ്രൈം നമ്പർ 11 പോവില്ല 12 പ്രൈം നമ്പർ 13 പോവോ നോക്കാം 13 1 × 13 13 ബാക്കി ഇവിടെ എന്ത് വരും 3 അപ്പുറത്ത് വരും 39 3 × 13 അല്ലേ 39 3 × 3 9 1 3 3 39 അല്ലേ അപ്പം ഇത് പോവും 13 പോവും അപ്പോൾ എന്ത് ചെയ്യും 13 എന്ത് ചെയ്യുമ്പോൾ ഇവിടെ 16 1 വരും 39 ഇതും വരും അപ്പോൾ 13 × 13 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും ഇത് നമ്മൾ കോമൺ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായി സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈസ് ഈക്വൽ ടു 13 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും മനസ്സിലായോ അങ്ങനെയാണ് എന്ത് ചെയ്തത് നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നത് സ്ക്വയർ റൂട്ട് കാണുന്ന കഴിഞ്ഞ എടുത്ത ടോപ്പിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവണം വിചാരിക്കുന്നു അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈസ് ഈക്വൽ ടു 13 ദെൻ therefore the side of the measurement of a side of the square is equal to 13 centimeter അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് കാണുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത വലിയ കാര്യമൊന്നുമില്ല ഇതിനെ പറയുന്നത് തന്നെയാണ് അതായത് സ്ക്വയറും സ്ക്വയർ റൂട്ടും അതായത് ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 5ൻ്റെ സ്ക്വയർ ആണ് എന്താ 25 അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈസ് ഈക്വൽ ടു 5 ഈ രണ്ട് സംഭവം മനസ്സിലാക്കി വെച്ചാൽ മതി അതായത് 5ൻ്റെ സ്ക്വയർ ആണ് എന്ത് 25 ആ സ്ഥാനത്തിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്താണ് 5 ആണ് അതുപോലെ സ്ക്വയർ റൂട്ട് കാണാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന സൈനാണിത് ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആവുന്നേ ഉള്ളൂ അത് ഞാൻ മുന്നേ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ചെയ്ത് പോകുന്നതാണ് പക്ഷേ കറക്റ്റ് എഴുതുമ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ സൈൻ ഇങ്ങനെ എഴുതുക കേട്ടോ അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് എഴുതുക ഞാൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ ഇവിടെ ചെറിയ വളവ് ഒന്നേ ഉള്ളൂ പക്ഷേ കറക്റ്റ് ഇങ്ങനെയാണ് സൈൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിക്ക് റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന ടോപ്പിക് ഇങ്ങനെ ഉള്ളൂ അതായത് സ്ക്വയറും സ്ക്വയർ റൂട്ടും അങ്ങോട്ട് റിവേഴ്സായിട്ട് നോക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ ചിലൊരു ആൾജിബ്ര എക്സ്പ്രഷൻ പറയുന്നുണ്ട് ഫോർ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഫോർ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഫോർ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ നോക്കണം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്തായിരിക്കും ഇഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് നോക്കുകയാണെങ്കിൽ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈസ് ഈക്വൽ ടു 5 ഇത്രേ ഉള്ളൂ അല്ലേ എക്സ് സ്ക്വയർ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 അപ്പോൾ നമ്മൾ ആ സ്ക്വയർ റൂട്ട് ഓഫ് 25 ആണെങ്കിൽ അതെന്തായിരിക്കും ഇത് തന്നെ ആയിരിക്കും വരിക എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പാർട്ട് ഏകദേശം കഴിഞ്ഞ് ആ പാർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ ഇനി അതിൽ തന്നെ ഒരു ഇതും കൂടി വരുന്നത് ഫ്രാക്ഷൻ വരുന്നുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 1/4 എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 1/4 എന്ന് പറയുന്നത് എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 1/4 അപ്പോൾ ഡിവിഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തിടാം ഇത് രണ്ടിനും കറക്റ്റുമാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 4 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 എത്രയാ 1 തന്നെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 4 2 അപ്പോൾ എന്തുവരും 1/2ൻ്റെ സ്ക്വയർ എന്ന് തരാ 1/4 എന്ന് തരാം അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 1/2 അങ്ങനെ ഉണ്ടാവും സെപ്പറേറ്റ് ഡിവിഷൻ സമയത്ത്
രണ്ടും സെപ്പറേറ്റ് കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിൽ ഇത് വരുന്നുണ്ട്, ഇത് ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട്. ഡെസിമൽ നമ്പേഴ്സ് ഇപ്പോൾ ചെയ്യേണ്ട, അത് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ആ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചാപ്റ്റർ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അത് തൊട്ടടുത്ത ടോപ്പിക് ഉണ്ട്, സ്ക്വയർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സ്ക്വയർ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഹൗ ഡു വി റൈറ്റ് 30 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്? നമ്മൾ 30 എന്ന് പറയുന്ന സംഖ്യയെ എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളായിട്ട് എഴുതുന്നത്? നമ്മൾ മുന്നേ പഠിച്ച സംഭവമാണ് ഫാക്ടറൈസേഷൻ, ഓർമ്മയുണ്ടോ? 30 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടറൈസേഷൻ, പ്രൈം നമ്പർ ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഫാക്ടറൈസ് ചെയ്യാം. 30ൽ ആദ്യം ഒരു ഇവൺ നമ്പർ 2 എന്തായാലും കോമൺ ആയിട്ട് പോകും അല്ലേ? 2 ആയിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 15 എന്ന സംഖ്യ വരും. 15ൽ 5ഉം പോവും 3ഉം പോവും. അപ്പോൾ ആദ്യം ഒരു 3 ആയതുകൊണ്ട് 3 എടുക്കണം നമ്മൾ അല്ലേ? 5 ഒരു പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പറിൽ ഫാക്ടേഴ്സ് അവസാനിച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു എന്നർത്ഥം. ദെൻ ഈസ് ഈക്വൽ ടു 30 ഈസ് ഈക്വൽ ടു 2 × 3 × 5 ആണ് എന്ത്? 30 എന്ന് പറഞ്ഞ സംഖ്യ. അതാണ് സ്ക്വയർ ഫാക്ടേഴ്സ്. പേജ് നമ്പർ 93ലുണ്ട് സ്ക്വയർ ഫാക്ടേഴ്സ് കേട്ടോ. സോ ഹൗ ഡു വി ഫാക്ടറൈസ് 900 അല്ലേ? 900 വലിയ സംഖ്യയാണ്, കുറേ സമയം ചെയ്ത് നോക്കാനുണ്ടാവും. നമ്മൾ ചെയ്ത് നോക്കാം നമുക്ക്. 900 ഇവൺ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ 450. അടുത്തും ഇവൺ നമ്പറാണ്. എന്ത് ചെയ്യും? 450 4 2 50ൽ 25. ഇത് ഒരു ഇവൺ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ 2 3 പോകും നോക്കുക. 3 ആണെങ്കിൽ 3 പോവും. 22ൽ 7 × 3 22 21. ബാക്കി 15ൽ 5 5 75. ഇനി 3 ആയിട്ട് പോകും നോക്കുക. 3 ആയിട്ട് പോവും. 2 × 3 6 + 1 25 5 5 കഴിഞ്ഞു. അപ്പോൾ എന്തിട്ട് നമുക്ക് 2 × 2 × 3 × 3 × 5 × 5. ഇത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എന്ത് ചെയ്യാം? 2² × 3² × 5² എന്നാക്കി മാറ്റാം. കാരണം ഇത് 2² അല്ലേ, ഇത് 3² അല്ലേ, ഇത് 5² അല്ലേ? അങ്ങനെ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ദെൻ therefore 900 is equal to 2² × 3² × 5² നമുക്ക് എന്ത് എഴുതാൻ പറ്റും. അപ്പോൾ അത് ചെയ്തോ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇനി അതുപോലെ ക്യാൻ യു റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം പവേഴ്സ്? താഴെ കുറച്ച് 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ 5 നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട്, പ്രൈം നമ്പേഴ്സ് ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റുകൾ എഴുതാനാണ് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പിടുത്തം കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 2 ചെയ്ത് കാണിച്ചു തന്നു. ഇനി 5 ക്വസ്റ്റ്യൻസ് മറ്റേ എന്ത് ഹോംവർക്കും തരുന്നുണ്ട്, അത് ചെയ്ത് നോക്കും ചെയ്യാം കേട്ടോ. ഇതിന് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ തരുന്നത് കേട്ടോ. നോക്കാം. 169 225 1000 1500 1400 1312 ഇത്രയും നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഇടുക. എന്നിട്ട് അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുക. സപ്പോസ് നമ്മൾ നേരത്തെ 35 ചെയ്തു. 35 എന്ത് ചെയ്തു? 2² × 2 × 3 × 5 അല്ലേ? 2 × 3 × 5 ഇങ്ങനെ എഴുതുക. അപ്പോൾ 169 is equal to ഇത്ര ഇൻറ്റു അങ്ങനെ എഴുതുക. അത് സ്ക്വയർ 2 ഒരുമിച്ച് വരുമ്പോൾ 2 × 2 × 3 × 3 × 4 × 4 വരികയാണെങ്കിൽ ഇതെന്ത് ചെയ്യുക? 2² ആക്കുക, ഇത് 3² ആക്കുക, ഇത് 4² ആക്കുക. അങ്ങനെ എഴുതുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ എളുപ്പം. കുറച്ചും കൂടെ അതാണ് നിങ്ങൾക്ക് മറ്റേ എഴുതുന്നത് കുറേ ലാഭം കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് തന്നിട്ടുള്ളത്. ഹോംവർക്കെല്ലാം എഴുതിയെടുക്കുക, ഇത് ചെയ്യുക. ചെയ്തിട്ട് എനിക്ക് അതിന് ആൻസർ എനിക്ക് പേഴ്സണൽ വാട്സപ്പ് അയച്ചു തരാൻ വേണം. ഓക്കെ, താങ്ക് യു. സീ നെക്സ്റ്റ് ക്ലാസ്.